الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സർവശക്തനും സർവലോക നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ ചര്യയും പഠിക്കുകയും പകർത്തുകയും ചെയ്ത് ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും നന്നാവുക എന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഉത്തമമായ വിശ്വാസവും അതിനനുയോജ്യമായ സൽക്കർമ്മങ്ങളും ജീവിതത്തിൽ നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായ മൂന്നാമത്തെ ഒരു കാര്യമാണ് വിചാരം കൂടി നന്നാവുക എന്നത്. സദ്വിചാരങ്ങളിലൂടെ മാത്രമേ ഈമാനികമായ ഔന്നത്യത്തിലേക്കും ജീവിത വിജയത്തിലേക്കും ഒരു സത്യവിശ്വാസിക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തു ഇസ്രായിലെ 36-ാമത്തെ വചനമാണ് ഞാനിവിടെ പാരായണം ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശരൂപത്തിൽ പഠിപ്പിക്കുന്ന ഈ അധ്യായത്തിൽ 36-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു കൽപ്പിക്കുന്നത്, നിനക്ക് അറിവില്ലാത്തതിൻ്റെ പിറകെ നീ പോകരുത്. കാരണം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, തീർച്ചയായും കേൾവിയും കാഴ്ചയും ചിന്തയും അവയെല്ലാം പൂർണ്ണമായി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നതാണ്. കാഴ്ചയും കേൾവിയും മാത്രമല്ല, ചിന്ത കൂടി വിചാരണയ്ക്ക് വിധേയമാകുന്ന ഒരു ലോകമാണ് പരലോകം എന്നതാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ വിചാരങ്ങളെ നന്നാക്കുക, ചിന്തയെ നന്നാക്കുക എന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഊഹങ്ങളാണ് പലപ്പോഴും തിന്മകളിലേക്കും അബദ്ധസഞ്ചാരങ്ങളിലേക്കും മനുഷ്യനെ നയിക്കുന്നത്. മഹാനായ ഷാഫി മദ്ഹബിലെ അറിയപ്പെടുന്ന പണ്ഡിതൻ ഇമാം റംലി റഹിമഹുല്ല തൻ്റെ നിഹായത്തുൽ മുഹ്താജ് എന്ന ഗ്രന്ഥത്തിൽ മനുഷ്യന്റെ ഈ ചിന്തകളെ, അവന്റെ ഊഹങ്ങളെ 4ആയി വർഗീകരിച്ചതായി കാണാൻ സാധിക്കും. വാജിബ്, മൻദൂബ്, മുബാഹ്, ഹറാം എന്നിങ്ങനെ 4ആയി വർഗീകരിച്ചുകൊണ്ട് ഓരോന്നിൻ്റെയും ഗുണങ്ങളെയും ദോഷങ്ങളെയും അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായി നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട വാജിബിന്റെയും ഹറാമിന്റെയും തലങ്ങൾ എന്നുള്ളത്. ചിന്തയിലെ ഏറ്റവും വാജിബായ തലം ഏതാണ്? അത് അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരമാണ്. സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും അന്നം നൽകുകയും ചെയ്യുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള സദ്വിചാരം മാത്രമേ ഒരു മുഅ്മിനിൽ ഏത് സന്ദർഭത്തിലും നിലനിൽക്കാൻ പാടുള്ളൂ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസ്, ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഖബ്ല മൗതിഹി ബിസലാസതി അയ്യാം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് പറയുന്നതായി ഞാൻ കേട്ടു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജല്ല. ഉന്നതനും പ്രതാപശാലിയുമായ റബ്ബിനെ കുറിച്ച് നല്ല വിചാരം വെച്ചു പുലർത്തിക്കൊണ്ടല്ലാതെ നിങ്ങളിൽ ഒരാളും മരിച്ചു പോകാൻ പാടില്ല. എന്റെ റബ്ബ് റഹ്മാനാണ്, എന്റെ റബ്ബ് റാസിഖാണ്, എന്റെ റബ്ബ് റഹീമാണ്, എന്റെ റബ്ബ് ഗഫൂറാണ്, എല്ലാം പാപങ്ങളും പൊറുക്കുന്ന, എന്നോട് അങ്ങേയറ്റം കരുണയുള്ള, എന്നോട് അങ്ങേയറ്റം സ്നേഹം വെച്ച് പുലർത്തുന്നവനാണ് എന്റെ റബ്ബ്. ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും ആ റബ്ബിനെ കുറിച്ച് ഒരു മുഅ്മിൻ ഉണ്ടാകുന്നത് നല്ല വിചാരം മാത്രമായിരിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി റഹിമഹുല്ലാഹി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹ് അന ഇൻദ ളന്നി അബ്ദീ ബി. അല്ലാഹു പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി പറയാണ്, എന്റെ അടിമ എന്നെക്കുറിച്ച് എങ്ങനെ വിചാരിക്കുന്നുവോ അങ്ങനെ ആയിരിക്കും ഞാൻ. രോഗം വന്നാൽ ചികിത്സിക്കുന്നതോടൊപ്പം എന്റെ റബ്ബ് ഷാഫിയാണ്. തീർച്ചയായും ഈ രോഗത്തെ സുഖപ്പെടുത്താൻ കഴിവുള്ള, അയ്യൂബ് അലൈഹിസ്സലാമിന്റെ രോഗത്തെ സുഖപ്പെടുത്തി കൊടുത്ത ആ റഹ്മാനായ റബ്ബ് എന്റെ രോഗത്തെ സുഖപ്പെടുത്തും എന്ന ശുഭാപ്തി വിശ്വാസമാണോ നമുക്കുള്ളത്? അല്ലാഹ് നമ്മുടെ രോഗത്തെ സുഖപ്പെടുത്തും. സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ പരീക്ഷിക്കാം. അങ്ങനെ പരീക്ഷിക്കുമ്പോൾ ഇത് എന്റെ റബ്ബിന് എന്നോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ്. തീർച്ചയായും ഏത് പട്ടിണിയുടെയും പ്രയാസത്തിന്റെയും ശേഷം സുഭിക്ഷത എനിക്ക് തരാൻ എന്റെ റബ്ബിന് കഴിയും. മൂസാ അലൈഹിസ്സലാം മദിയനിലെ മരുഭൂമിയിൽ പട്ടിണി കിടന്നെങ്കിൽ അതേ മൂസാ അലൈഹിസ്സലാമിന് അതിനേക്കാളെല്ലാം ഉപരി ഇണയെയും കുടുംബവും സൗകര്യങ്ങളും ഒക്കെ കൊടുത്തവനാണ് എന്റെ റബ്ബ്. എന്റെ റബ്ബ് എന്നെ സ്നേഹിക്കുന്നവനാണ്. ആ നല്ല വിചാരം ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച് വർഷങ്ങൾ കഴിഞ്ഞു. ഒരു കുഞ്ഞു കാല് കാണാനുള്ള ആഗ്രഹമുണ്ട്. റബ്ബേ, നിനക്ക് മാത്രം സാധിക്കുന്നതാണത്, നീയാണ് നൽകുന്നവൻ, നീ എന്നെ കൈവിടില്ല. ആ സദ്വിചാരം, അങ്ങനെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളുടെയും മുമ്പിൽ നിൽക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ച് എന്താണോ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാകും റബ്ബ് എന്നാണ്. നേരെ മറിച്ച് ഒരുപാട് കാലമായി ഞാൻ പ്രാർത്ഥിക്കും, ലക്ഷങ്ങളായി ഞാൻ ചികിത്സയ്ക്ക് വേണ്ടി വിനിയോഗിച്ച് ഒരു ഫലവും കാണുന്നില്ല എന്ന നിരാശ, പടച്ചോനെ കുറ്റപ്പെടുത്തുന്ന ഒരു തോന്നലാണോ മനസ്സിലുള്ളത്? അള്ളാഹ് അങ്ങനെ ആയിരിക്കും എന്നാണ്. അതുകൊണ്ട് റബ്ബ് നമ്മെക്കുറിച്ച്, റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്ന വിധത്തിലാകണമോ അള്ളാഹുവിനെ കുറിച്ചുള്ള സദ്വിചാരം വെച്ചു പുലർത്തണം എന്നതാണ്. ഇമാം തുർമുദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഹുസ്നൽ ളന്നി ബില്ലാഹി മിൻ ഹുസ്നി ഇബാദത്തില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് സദ്വിചാരം വെച്ചു പുലർത്തുക എന്നത് റബ്ബിനുള്ള നല്ല ഇബാദത്തിൽപ്പെട്ടതാണ് എന്നതാണ്, ആരാധനയിൽ പെട്ടതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സദ്വിചാരം. മഹാന്മാരായ പ്രവാചകന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള ആ സദ്വിചാരമാണ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാൻ ഒരു മനുഷ്യന് കരുത്ത് നൽകുന്നത്. സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാം, മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം അരുമയായ മകൻ യൂസുഫിനെ നഷ്ടപ്പെട്ടു. പിന്നീട് ബിനിയാമീനെയും കൊട്ടാരത്തിൽ പിടിച്ചു വെക്കപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോ അദ്ദേഹത്തിന്റെ പ്രതികരണം സൂറത്ത് യൂസുഫ് 83-ാമത്തെ ആയത്തിൽ കാണാം. ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറാ ഫസബ്റുൻ ജമീൽ അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. നിങ്ങൾ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഉത്തമമായി തോന്നാം, എന്നെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം മഹത്തരമായ ക്ഷമ അതാണ് ഞാൻ അവലംബിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ. 2 മക്കളെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹം പ്രതീക്ഷയോടുകൂടി പറയാണ്, എന്റെ റബ്ബ് അവരെ എല്ലാം എനിക്ക് തിരിച്ചു നൽകിയേക്കാം. ശുഭപ്രതീക്ഷയാണ്, നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന ആ മക്കൾ തന്നിലേക്ക് തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയാണ് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാമിനെ നയിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അതേ അധ്യായത്തിൽ തന്നെ 87-ാമത്തെ ആയത്തിൽ കാണാം, യാ ബനി യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖി വലാ തയഅസൂ മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. പൊന്നുമക്കളെ, നിങ്ങൾ പോയിട്ട് യൂസുഫിനെയും സഹോദരനെയും കുറിച്ചൊന്ന് അന്വേഷിച്ചു നോക്കി. നിങ്ങൾ ഒരിക്കലും തന്നെ വലാ തയഅസൂ മിർ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടരുത് കേട്ടോ. കാരണം ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിറുകൾ മാത്രമേ അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നിരാശ ബാധിക്കാതെ അല്ലാഹുവിനെ കുറിച്ചുള്ള
സദ്വിചാരം മനസ്സിൽ കാത്തുസൂക്ഷിക്കുക എന്നത് ഒരു മുഅ്മിനിന്റെ ഈമാനിന്റെ ഭാഗമാണ്. അങ്ങനെ അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചു പുലർത്തിയാൽ തീർച്ചയായും എങ്ങനെയാണോ നമ്മൾ റബ്ബിനെ കുറിച്ച് ചിന്തിച്ചത് അങ്ങനെയാകും എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി തന്ന മറ്റൊരു സംഭവം ഹദീസിൽ നമുക്ക് കാണാം. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഇമാം തുർമുദി റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന സംഭവം, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ ശാബിൻ വഹുവ ഫിൽ മൗത്ത്, മരണാസന്നനായി കിടക്കുന്ന ഒരു യുവാവിനെ കാണാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നതാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഫഖാൽ കൈഫ തജിദുക്, മോനെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഖാൽ, ആ സമയത്ത് ആ യുവാവ് മറുപടി പറയാൻ, വല്ലാഹി യാ റസൂലല്ലാഹ് ഇന്നി അർജുല്ലാഹ്, അല്ലാഹുവാണേ സത്യം, അള്ളാഹുവിന്റെ റസൂലേ എനിക്കെന്റെ റബ്ബിൽ പ്രതീക്ഷയുണ്ട്. വഇന്നി അഖാഫു ദുനൂബി, എന്നാൽ അതേ സമയം എന്റെ പാപങ്ങളെക്കുറിച്ച് ഓർത്തെനിക്ക് ഭയമുണ്ട്. പടച്ചോൻ കാരുണ്യവാനാണ് എന്നതുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. പക്ഷെ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച ഭയവും എനിക്കുണ്ട്. അത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുവാവിനോട് മറുപടി പറഞ്ഞു, ലാ യജ്തമിഅനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗത്തിൻ ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു വആമനഹു മിമ്മാ യഖാഫ്. ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ ഈ രണ്ടവസ്ഥകൾ നിലനിൽക്കുന്നുവോ, ഇങ്ങനെയുള്ളൊരു സന്ദർഭം, ഏത്? ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ, അതോടൊപ്പം എന്റെ പാപങ്ങൾക്ക് റബ്ബ് ശിക്ഷ നൽകുമോ എന്ന ഭയം. ഈ രണ്ട് കാര്യങ്ങൾ ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ നിലനിൽക്കുന്നുവോ തീർച്ചയായും എന്താണോ അവൻ ആഗ്രഹിക്കുന്നത് അത് അള്ളാഹു അവന് നൽകും. എന്തിനെയാണോ അവൻ ഭയപ്പെടുന്നത് അതിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അഥവാ പ്രതീക്ഷ വെച്ചു പുലർത്തുമ്പോ ആ പ്രതീക്ഷിക്കുന്ന സ്വർഗം അള്ളാഹു നൽകും. നരകത്തെക്കുറിച്ചുള്ള ഭയവും അതോടൊപ്പം വെച്ചു പുലർത്തിയാൽ ആ ഭയപ്പെടുത്തുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു അവനെ കാത്തു രക്ഷിക്കുകയും ചെയ്യുമെന്ന് വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദർഭത്തിൽ മരണാസന്നനായി കിടക്കുന്ന ഈ ചെറുപ്പക്കാരന്റെ മുമ്പിൽ വെച്ച് പഠിപ്പിക്കുക. ഇതെന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനുള്ള ഒരു നിർദ്ദേശവും കൂടിയാണ്. ഇതോടൊപ്പം വിചാരങ്ങളിൽ ഹറാമായിട്ടുള്ള വിചാരങ്ങൾ, പാടില്ലാത്ത വിചാരങ്ങൾ പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തെറ്റായ ഊഹങ്ങൾ വെച്ചു പുലർത്തുക എന്നത്. സൂറത്തുൽ ഹുജറാത്ത് 12-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വളരെ കൃത്യമായി പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബൂ കസീറം മിനൽ-ളന്ന, ഏ വിശ്വാസികളെ നിങ്ങൾ വർദ്ധിച്ച ഊഹങ്ങൾ ഒഴിവാക്കണം. കാരണം ഇന്ന ബഅദൽ-ളന്നി ഇസ്മ, ചില ഊഹങ്ങൾ തീർച്ചയായും അത് പാപമായിരിക്കും, വലിയ തെറ്റായിരിക്കും നിങ്ങൾ മനസ്സിൽ അങ്ങനെ കരുതുന്നത്. അതോടൊപ്പം വലാ തജസ്സസൂ, നിങ്ങൾ ചാരവൃത്തി ചെയ്യരുത്. വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങളിൽപ്പെട്ട ചിലർ മറ്റു ചിലരെ ദുഷിച്ചു പറയാനും പാടില്ല. അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, തന്റെ സഹോദരൻ മരണപ്പെട്ടൊരവസ്ഥയിൽ അവന്റെ ശവം തിന്നുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫകരിഹ്തുമു, തീർച്ചയായും നിങ്ങളത് വെറുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് വത്തഖുല്ലാഹ്, അള്ളാഹനെ സൂക്ഷിക്കണം കേട്ടോ. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു അങ്ങേയറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാവാരിധിയുമാണ്. ആയത്തിന്റെ ആദ്യ ഭാഗത്തിൽ പ്രധാനമായി അള്ളാഹു പഠിപ്പിക്കുന്നത് ഊഹങ്ങളെ വർജിക്കണം. പല ഊഹങ്ങളും വളരെ ഗൗരവതരമായ തെറ്റായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരാളെ 1-2 തവണ ഒരു വീടിന്റെ മുറ്റത്ത് കണ്ടു, അപ്പൊ പിന്നെ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങി, അവനെന്താണ് ഇപ്പൊ അവിടെ? ചിലപ്പോൾ ആ സാധുവിനെ വല്ല ഇലക്ട്രിക് കാര്യങ്ങൾ റിപ്പയറിങ്ങിന് വേണ്ടി വീട്ടുകാർ ക്ഷണിച്ചതായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ എന്തൊരു ജോലി ചെയ്യായിരിക്കും. ഇവന്റെ മാനസിക നില വെച്ചുകൊണ്ടാണ് മറ്റേയാളെയും പലപ്പോഴും വിലയിരുത്തുന്നത്. ഒരാളെ അതിരാവിലെ ഒരു സ്ഥലത്ത് കണ്ടു, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ഒരു സ്ഥലത്ത് കണ്ടു, എന്തിനെപ്പോ അവൾ അവിടെ പോയി നമ്മൾ ചിന്തിക്കുകയാണ്. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കഥകൾ മെനയുകയാണ്. പലപ്പോഴും മറ്റേ സാധു ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പോയതായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ മറ്റുള്ളവരെ കുറിച്ച് വെച്ചു പുലർത്തൽ അത് ഗൗരവതരമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇസ്ലാം ഒരു മുഅ്മിനിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഗുണമാണ് മനസ്സ് ശുദ്ധമായിരിക്കുക എന്നുള്ളത്. ചരിത്രത്തിലൊരു സംഭവം കാണാൻ നമുക്കറിയാവുന്ന സൂറത്തുൻ നൂറിലെ ആയത്തുകളുടെ പശ്ചാത്തലത്തിൽ 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂറിലെ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയെയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും തമ്മിൽ ചേർത്തുകൊണ്ട് വളരെ മോശമായ ഒരു അപവാദം ചില ആളുകൾ ചേർന്ന് പ്രചരിപ്പിച്ച സന്ദർഭം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാനസികമായി അങ്ങേയറ്റം പ്രയാസം നേരിട്ട
ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ പേരിൽ അപവാദം പ്രചരിപ്പിക്കപ്പെട്ട ആ സന്ദർഭം, ആ കാര്യം എടുത്തുദ്ധരിച്ചിട്ട് അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ലൗലാ ഇദ് സമഅ്തുമൂഹു വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബി അൻഫുസിഹിം ഖൈറാ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോ, തങ്ങളുടെ പ്രവാചകന്റെ പത്നിയെക്കുറിച്ച് മോശമായൊരു വാർത്ത നാട്ടിൽ പ്രചരിച്ചത് കേട്ടപ്പോ, മുഅ്മിനുകളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്തുകൊണ്ട് നല്ലത് വിചാരിച്ചുകൂടായിരുന്നു? അവരെന്തിനാ മോശം വിചാരിക്കാൻ പോയത്? അവർക്ക് നല്ലത് വിചാരിച്ച പോലായിരുന്നോ? വഖാലു ഹാദാ ഇഫ്കും മുബീൻ, ഇത് വ്യക്തമായ നുണയാണ്, കെട്ടിച്ചമച്ചുണ്ടായതാണ് എന്നായിരുന്നില്ല അവർ പറയേണ്ടത്? അങ്ങനെയാണല്ലോ നാട്ടിൽ പലതും. മോശപ്പെട്ട എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഉടനെ അത് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്തെങ്കിലേ നമുക്ക് സമാധാനം കിട്ടും. അറിഞ്ഞില്ലേ എന്ന് വേറൊരാളെ കാണുമ്പോൾ അത് പറഞ്ഞെങ്കിലേ സമാധാനം കിട്ടുള്ളൂ. നേരെ മറിച്ച് കേട്ട മാത്രമേ അങ്ങനെ സംഭവിക്കാനിടയില്ല, അങ്ങനെ പറഞ്ഞിരിക്കാനിടയില്ല. ആ മനുഷ്യൻ നല്ല ആളാണ്, മൂപ്പരുന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ ഇടയില്ല, അങ്ങനെ ചിന്തിച്ചുകൂടാ നിനക്കെന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കാര്യത്തിൽ മാത്രം ബാധകമായിട്ടുള്ളതല്ല. ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന സമൂഹത്തിലെ ഏതു മനുഷ്യനെ കുറിച്ചും മോശപ്പെട്ട കാര്യം കേട്ടാൽ, ആളുകൾ അങ്ങനെ പറയുന്നതിന് സാക്ഷിയായാൽ അവിടെ ഒരു മുഅ്മിൻ സ്വീകരിക്കേണ്ടുന്ന നിലപാട് അങ്ങനെ ആകണമെന്നാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും ചെയ്യണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഗൃഹനാഥനില്ലാത്തൊരു വീട്, ചിലപ്പോൾ അവിടെ ആവശ്യങ്ങൾക്ക് പോകേണ്ടി വന്നു എന്ന് വരാം, പക്ഷെ അവിടെ സൂക്ഷ്മതയുണ്ടാകണം. അന്യരുടെ വീടുകളിൽ ഒന്നിലേറെ തവണ സന്ദർശിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുക, അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ടോ അതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നതും ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള സംഭവം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ എഴുത്തിക്കാഫിരുന്ന സന്ദർഭം, ഭാര്യയായിരുന്ന സഫിയ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വരുന്നു. എന്നിട്ട് അവർ പറയാണ്, ഞാൻ പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ റസൂലുള്ളാഹിയും എഴുന്നേറ്റു, എന്റെ കൂടെ പള്ളിയുടെ പുറത്തേക്ക് വന്നു. ആ സമയത്ത് അൻസ്വാരികളിൽപ്പെട്ട രണ്ടാളുകൾ അതിലൂടെ കടന്നുപോയി. ആ അൻസാരികളായ രണ്ടു പേരെയും വിളിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു അവരോട്, ഇൻഹാ സഫിയ്യത്തു ബിൻതു ഹുയയ്യ്, ഇതാരാന്നറിയാമോ? ഹുയയ്യിന്റെ മകൾ സഫിയാണ്. ഫഖാല സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്. കേട്ട മാത്രയില്ല അൻസാരി സാഹിബ് ചോദിക്കുക, എന്താ റസൂലേ സുബ്ഹാനല്ലാഹ്? കാരണം ഒരിക്കലും ഞങ്ങൾ അങ്ങേ സംശയിക്കുകയില്ലല്ലോ എന്നർത്ഥത്തിൽ. അത് പറഞ്ഞപ്പോഴാണ് റസൂൽ അവരോട് പറഞ്ഞത്, ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം, മനുഷ്യരിൽ രക്തസഞ്ചാരം കണക്കെ പിശാച് സഞ്ചരിക്കും. വഇന്നി ഖശീതു അൻ യഖദിഫ ഫീ ഖുലൂബികുമാ സൂആ, ആ പിശാച് നിങ്ങളുടെ ഹൃദയത്തിൽ വല്ല വിപരീതമായ കാര്യങ്ങളും മോശമായ കാര്യങ്ങൾ ഇട്ടേക്കാം, വല്ല വിപത്തും നിങ്ങളുടെ ഹൃദയത്തിൽ അവനുണ്ടാക്കാം എന്നത് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ചെയ്തത്, ഇതൊരു അന്യ പെണ്ണല്ല, എന്റെ ഭാര്യ ഹുയയിന്റെ മകൾ സഫിയയാണ് എന്നുള്ളത്. ലോകം കണ്ട നേതാവ്, വിശ്വാസികൾക്ക് എല്ലാവിധത്തിലുമുള്ള മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായോഗിക ജീവിതത്തിലെ മഹത്തരമായ ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. തെറ്റിദ്ധാരണ ഉണ്ടാകാൻ ഇടയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. അത്തരം സന്ദർഭങ്ങളിൽ കാര്യം ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഈ സംഭവത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം ബോധ്യപ്പെടുത്തി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധയും സൂക്ഷ്മതയും നമ്മിൽ നിന്നുണ്ടാകണം. ആളുകളുടെ മനസ്സ് നമുക്കറിയില്ല, നമ്മുടെ മനസ്സ് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അറിയാൻ കഴിഞ്ഞോളുന്നില്ല. അതുകൊണ്ട് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തിലും വിലയിരുത്തൽ നടത്താൻ പാടില്ല. ഇസ്ലാമിന്റെ യുദ്ധഭൂമിയിൽ ഒരു സംഭവം കാണാം. ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരാളെ മഹാനായ ഉസാമ ബിൻത് സെയ്ദ് റളിയല്ലാഹു അൻഹു പിന്തുടരുകയാണ്. അങ്ങനെ പിന്തുടർന്ന സന്ദർഭത്തിൽ ജുഹൈനയുടെ കയ്യിലുണ്ടായിരുന്ന വാള് വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചു. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. ഉസാമ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ എന്നെ വിളിച്ചു വരുത്തി. എന്നിട്ട് ചോദിച്ചു, ഫഖാല ലി യാ ഉസാമ അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ശേഷം ആ മനുഷ്യനെ നീ കൊന്നുകളഞ്ഞോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളെ വധിക്കാൻ പാടില്ല. റസൂൽ ചോദിക്കാണ്, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും നീ വധിച്ചു കളഞ്ഞോ? ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു യാ റസൂലല്ലാഹ് ഇന്നമാ കാന മുതഅവ്വിദാ, രക്ഷപ്പെടാൻ വേണ്ടി ചെയ്താണ് മൂപ്പര്.
ശരിക്കും മനസ്സിൽ ഈമാൻ ഉണ്ടായിട്ട് കലിമ ചൊല്ലിയതല്ല, എന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്താണ്. ഇത് പറഞ്ഞപ്പോ വീണ്ടും റസൂലുള്ളാഹി ചോദിക്കുന്നു, അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ശേഷം ഉസാമ നീ അവനെ വധിച്ചു കളഞ്ഞോ? ഖാല, ഈ സംഭവം ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയാണ്, ഉസാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ സാല യുകർരിറുഹാ അലയ്യ ഹത്താ തമന്നൈതു അന്നീ ലം അകുൻ അസ്ലംതു ഖബ്ല ദാലികൽ യൗം. അള്ളാന്റെ റസൂൽ ആവർത്തിച്ച ചോദ്യം ചോദിച്ചപ്പോ ആ ദിവസത്തിന്റെ മുമ്പ് ഞാൻ മുസ്ലിമാകാതിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്ക് തോന്നിപ്പോയിന്നാണ്. അത്ര ഗൗരവത്തോടു കൂടിയാണ് അള്ളാന്റെ റസൂൽ ചോദിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മനുഷ്യൻ നീ കൊന്നോ? അയാളെ മനസ്സിൽ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമില്ല, എന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്ന ന്യായം ഉസാമ റളിയല്ലാഹു അൻഹു ഉന്നയിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ ചോദ്യം ഗൗരവത്തോട് ചോദിച്ചത്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ തിന്മയായി മനസ്സിലാക്കലാണ് പലപ്പോഴും നമുക്കിഷ്ടമുണ്ടാവും. അത് പിശാച് ഉണ്ടാക്കുന്നതാണ്. നേരെ മറിച്ച് ഹുസ്നുൽ വന്ന് നല്ല വിചാരമുണ്ടാവുക. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പള്ളിയിലേക്ക് നടന്നു പോവുക. നമ്മൾ ബാങ്ക് കേട്ട് സുബഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോവുകയാണ്. വഴിയിൽ കാണുന്നു പള്ളി കമ്മിറ്റി അംഗമായ ഹംസാക്കന്റെ വീട് ലൈറ്റില്ല. നമ്മളെ മനസ്സിലെന്താ ചിന്ത വരിക? മൂപ്പര് കിടന്നുറങ്ങാണ്. എന്നിട്ട് പള്ളി ചെന്നിട്ട് ചിലപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞെന്ന് വരും, പേര് പറഞ്ഞില്ലെങ്കിലും. നമ്മളെ കമ്മിറ്റിക്കാരൊക്കെ അവസ്ഥ എന്താ? സുബഹിക്ക് പോലും പള്ളിയിലെത്തുന്നില്ല. പാവ ഈ ഹംസാക്ക 3:30 അലാറം വെച്ച് എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ചിലപ്പോൾ 4 മണിക്ക് ദൂരെ എവിടെ പോകേണ്ടതുണ്ട്, മുപ്പർക്ക് യാത്രക്ക് വേണ്ടി പോയതാവും. വഴിയിൽ നിന്ന് ജമാഅത്തിലും പങ്കെടുത്തിട്ടുണ്ടാവും, സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാവും. പക്ഷെ സുബീന്റെ സുന്നത്ത് പോലും കിട്ടാതെ ജമാഅത്തിലേക്ക് ഓടുന്ന നമ്മളാ വീട്ടിൽ ലൈറ്റ് കാണാതിരിക്കുമ്പോൾ നമ്മളെ മനസ്സിലെന്താ? പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ പോലും പള്ളിയിൽ വരുന്നില്ല. ഇത് ചിലപ്പോൾ നമ്മളത് ചർച്ച ചെയ്യുകയും ചെയ്യും. ഈ മനുഷ്യന്റെ മുമ്പിൽ നാളെ പരലോകത്തെത്തുമ്പോൾ എന്തായിരിക്കും എന്റെ നിങ്ങളുടെ അവസ്ഥ? നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ മാനസികാവസ്ഥ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ വിലയിരുത്തുമ്പോ മഹാനായ ഇസ്ലാമിക ചരിത്രത്തിലെ ഉന്നത സ്ഥാനത്തിന്റെ ഉടമയായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ കൊച്ചു കുട്ടികളെ കാണുമ്പോ കൈപിടിച്ച് സലാം പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? മോനെ, ഈ ഉമറിന് വേണ്ടി ദുആ ചെയ്യണം. കാരണം ഉമറിന്റെ അത്ര കാലം നീ ലോകത്ത് ജീവിച്ചിട്ടില്ല, എന്റെ അത്ര പാപങ്ങൾ നീ ചെയ്തിട്ടുണ്ടാകില്ല, നിന്റെ ദുആ അല്ലാഹ് സ്വീകരിക്കാനിടയുണ്ട്. എത്ര വിനയുള്ള മനസ്സാണത്! എന്നേക്കാൾ മേലെയാണ് ഈ ആളുകളൊക്കെ എന്ന ചിന്ത. അത് യഥാർത്ഥ ഈമാൻ ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്നതാണ്. ആ തലത്തിലേക്ക് എത്തുമ്പോഴേ നമ്മൾ മനഃശുദ്ധിയുടെ ആളുകളായി മാറുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ പ്രാർത്ഥിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ആതി നഫ്സീ തഖ്വാഹാ, അല്ലാഹുവേ എന്റെ ഹൃദയത്തിന് നീ തഖ്വ നൽകണമേ. വഅൻത ഖൈറു മൻ സക്കാഹാ, ആ മനസ്സിനെ സംസ്കരിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണ് റബ്ബേ. അൻത വലിയുഹാ വ മൗലഹാ, അതിന്റെ രക്ഷാധികാരിയും ഉടമസ്ഥനൊക്കെ നീയാണ്. അതുകൊണ്ട് എന്റെ മനസ്സ് നീ നന്നാക്കണമേ എന്ന് റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മറ്റുള്ളവർക്ക് മാർക്കിടുന്നതിന് പകരം സ്വന്തത്തിന് മാർക്കിടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഹാസിബു ഖബ്ല അൻ തുഹാസബു, വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വന്തം ഒരു ആത്മപരിശോധനക്ക് നിങ്ങൾ തയ്യാറാവുക എന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് നാം മനസ്സിൽ കൊത്തിവെക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗിക തലത്തിൽ അക്കാര്യം ശ്രദ്ധിക്കുകയും ചെയ്യുക. റഹ്മാനായ നാഥൻ എല്ലാവിധത്തിലുള്ള ദുർചിന്തകളിൽ നിന്ന്, മോശപ്പെട്ട ധാരണകളിൽ നിന്ന് അകന്നു നിൽക്കാനും സദ്വിചാരം മനസ്സിൽ കാത്തു സൂക്ഷിച്ച് അക്കാരണത്താൽ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം നേടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സ്വല്ലല്ലാഹു അലാ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മനോനിലകൾ ശരിയായ നിലക്ക് ശരിപ്പെടുത്തി അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന വിചാരത്തോടെ സൽക്കർമ്മങ്ങളിൽ കൂടുതൽ മത്സരബുദ്ധിയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സദ്വിചാരമെന്ന അതിമഹത്തായ ഗുണം, അതിന് തടസ്സമായി ജീവിതത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ, അതിനെയും നാം ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒന്ന് ഇസ്തിഗ്നാ അഥവാ സ്വയം മതിയായവനാണ് ഞാൻ എന്നുള്ള ചിന്തയാണ്. സൂറത്തു അബസയിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിലേക്ക്
ഖുറൈശി പ്രമുഖരെ ക്ഷണിക്കാൻ വേണ്ടി ചെന്നിരിക്കുകയും ആ സമയത്ത് അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം എന്ന അന്ധനായ മനുഷ്യൻ കടന്നു വന്നപ്പോ തന്റെ പരിചിതനും തന്റെ അനുയായിയാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ ഒരല്പം അമാന്തം റസൂലുള്ള കാണിച്ചപ്പോ തിരുത്തിക്കൊണ്ട് ഗൗരവപൂർവ്വം താക്കീത് ചെയ്ത വചനത്തിൽ അള്ളാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം, ഇസ്തിഗ്നാ ഉള്ള ആളുകൾ, ഞാൻ മതിയായവനാണ് എന്ന് സ്വയം ധരിക്കുന്ന ആളുകൾ, അവരിലേക്കാണ് താങ്കൾ ശ്രദ്ധ തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു തിരുത്തുന്നത്. ഈ ഇസ്തിഗ്നാ ജീവിതത്തിൽ വലിയ നഷ്ടമാണ്. ഞാൻ തികഞ്ഞവൻ, എന്റേതെല്ലാം വളരെ ഉത്തമം എന്ന അവസ്ഥ. ഇതാദ്യം പറഞ്ഞത് ആരാണ്? അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ മെച്ചമാണ് എന്ന് ലോകത്താദ്യമായി പറഞ്ഞത് ശൈത്താനാണ്. അല്ലാഹു മഹാനായ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഇബ്ലീസ് പറഞ്ഞ വാക്കാണ് അന ഖൈറും മിൻഹു, അവനേക്കാൾ മെച്ചം ഞാനാണ്. കാരണം ആദമിനെ നീ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, എന്നെയാകട്ടെ തീയിൽ നിന്നുമാണ് എന്നത്. അന ഖൈറും മിൻഹു എന്ന ചിന്ത, അതാണ് പലപ്പോഴും നമ്മുടെ മനസ്സിനെ ഈ ദുഷ്ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ തരക്കേടില്ല, ഞാൻ അവനേക്കാൾ മെച്ചമാണ്. ആ ചിന്ത രണ്ട് ലോകത്തും നമുക്ക് നഷ്ടം വരുത്തുന്നത്. രണ്ടാമത്തേത് അഹങ്കാരമാണ്, ഞാൻ എന്ന ഭാവം. മൂന്നാമത്തേത് അസൂയയാണ്, മറ്റുള്ളവർ നന്നായി കാണുന്നതിലുള്ള മനസ്സിലെ പ്രയാസം, ചൊറിച്ചിൽ. സൽക്കർമ്മങ്ങളെ അഗ്നി വിറക് തിന്നുന്ന പോലെ അത് നശിപ്പിച്ച് കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അസൂയയാണ് പലപ്പോഴും മോശപ്പെട്ട ധാരണകൾ മറ്റുള്ളവരെ കുറിച്ച് വെച്ചു പുലർത്താനും അവർ നല്ലത് ചെയ്താൽ പോലും അത് അംഗീകരിക്കാതിരിക്കാനും കാരണമാണ്. ജീവിതത്തിന്റെ പ്രായോഗിക രംഗത്ത് പലപ്പോഴും ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നാലാമത്തേത് വെറുപ്പാണ്, മറ്റുള്ള ആളുകളോട് പലതിന്റെയും പേരിൽ ഉണ്ടാകുന്ന വെറുപ്പ്. അതുകൊണ്ട് അള്ളാഹു പ്രത്യേകം അക്കാര്യം പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. അള്ളാഹുവിന്റെ കൽപ്പന സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാകണം, അതോടൊപ്പം നിങ്ങൾ നീതിയെ മുറുകെ പിടിക്കുന്നവരുമാകണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു ജനതയോടുള്ള വിദ്വേഷം, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പ്രേരകമായി തീരരുത്. ഇഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വ, നിങ്ങൾ നീതി ചെയ്യണം, അത് തഖ്വയുമായി ഏറ്റവും അടുത്താണ്. അവൻ മറ്റേ പാർട്ടിക്കാരനാണ്, അവൻ മറ്റേ സംഘടനയുടെ ആളാണ് എന്നതുകൊണ്ട് അവന്റെ പേരിൽ എന്തും പറയാം, അവന്റെ പേരിൽ എന്തെങ്കിലും കേട്ടാൽ അത് എങ്ങനെയും പ്രചരിപ്പിക്കാം എന്നുള്ള നിലക്ക് വെറുപ്പും വിദ്വേഷവും മറ്റുള്ളവരെ കുറിച്ച് മോശമായ ചിന്ത വെച്ചു പുലർത്താൻ നമുക്ക് പലപ്പോഴും പ്രേരകമായി തീരും. അതും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അഭിപ്രായ ഭിന്നതകൾ സ്വാഭാവികമാണ്, അത് രാഷ്ട്രീയത്തിലായാലും മതത്തിന്റെ പേരിലായാലും ഉണ്ടാകും. അവിടെയൊക്കെ മനുഷ്യത്വത്തെ സ്നേഹിക്കാനും സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാനും സാധിക്കുക എന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. അഞ്ചാമത്തെ പ്രധാനമായൊരു കാര്യം, മനസ്സിൽ പാപങ്ങൾ നിറയുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഫോട്ടോസ്റ്റാറ്റാണ് മറ്റവരും എന്നത് ചിന്തിക്കാൻ തയ്യാറാകുന്നത്. എന്നിൽ എന്ത് തിന്മയാണോ ഉള്ളത്, സാധാരണ പറയാറുണ്ടല്ലോ ഒരാളെ ചീത്ത പറയാൻ കഴിയില്ല. ചീത്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോഴേ നമുക്ക് ഒരാളെ ചീത്ത പറയാൻ കഴിയുള്ളൂ. നമ്മുടെ സംസ്കാരം എന്താണോ അതാണ് നമ്മുടെ വായിലൂടെ വരിക. നമ്മുടെ സ്വഭാവവും നമ്മുടെ രീതി എന്താണോ ആ സ്ഥാനത്താണ് മറ്റുള്ളവരെയും പലപ്പോഴും പ്രതിഷ്ഠിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. അതുകൊണ്ട് മനസ്സിൽ പാപങ്ങൾ നിറയുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് അതിലെ പരിഹാരമായൊരു കാര്യം. ആറാമത്തേത് മുൻവിധികൾ വെച്ചു പുലർത്തലാണ്. അള്ളാന്റെ റസൂൽ പ്രത്യേകം താക്കീത് ചെയ്തൊരു കാര്യമാണത്. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ എനിക്ക് മുൻധാരണയുണ്ടാകും, പ്രജുഡിസ് ആവുക എന്ന് പറയുന്നുണ്ടല്ലോ. മുൻധാരണകൾ വെച്ചു പുലർത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് ബാക്കിയെല്ലാം ഉണ്ടാവുക. പലരിലും മനുഷ്യരുണ്ടാകാവുന്ന ഒരു പ്രത്യേകതയാണത്. പണ്ടൊരാൾ മോശമായിട്ട് ജീവിച്ച ഒരാളാണ്, അയാൾ എത്ര നന്നായി തീർന്നാലും പിന്നെ അയാൾ അംഗീകരിക്കൂല. അയാൾ പണ്ട് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, മഞ്ചേരി അറിയപ്പെടുന്ന റൗഡിയായിരുന്നു, ഇപ്പൊ നിസ്കാരമൊക്കെ ഉണ്ട് ശരി തന്നെ, പക്ഷെ ആള് പണ്ട് അങ്ങനെയായിരുന്നു എന്ന്. അള്ള പൊറുത്താലും മനുഷ്യർ പൊറുക്കാത്തൊരവസ്ഥ അത് ഉണ്ടാകാൻ പാടില്ല. മുൻവിധികൾ വെച്ചുകൊണ്ട് ആളുകളെ വിലയിരുത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി തലയിടുക. ഇസ്ലാം ഒരു മനുഷ്യരിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. തന്നെ ബാധിക്കാത്തൊരു കാര്യത്തിൽ നിന്ന് വിട്ടുക്കുക, എല്ലാത്തിലും പോയി തലയിടുക, അതിലൊക്കെ ആളാവുക, അതിലൊക്കെ മധ്യസ്ഥം പറയാൻ വേണ്ടി ശ്രമിക്കുക. ഇതാവശ്യമല്ല. നമ്മെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ മാത്രം ഇടപെടുക, അല്ലാത്തതൊക്കെ വിട്ടുനിൽക്കുക എന്നതാകണം ഒരു മുസ്ലിമിന്റെ നിലപാട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സഹോദരന്റെ നേട്ടത്തിൽ സന്തോഷിക്കുന്ന ഒരു മാനസിക
മാനസികാവസ്ഥ ഉണ്ടാകണം. അൽഹംദുലില്ലാ, പണ്ട് ഏറെ പട്ടിണിയിൽ കഴിഞ്ഞൊരു കുടുംബമായിരുന്നു. ഇപ്പൊ മക്കളൊക്കെ ജോലിയായി മെച്ചായി. റഹ്മാനെ അവർക്ക് കൂടുതൽ ബർക്കത്ത് നൽകും. അതാകണം നമ്മുടെ മനസ്സിലൊരാഗ്രഹം. ഒരാൾക്ക് സന്തോഷം ഉണ്ടാകുന്ന കാണുമ്പോൾ അൽഹംദുലില്ലാ പറയുന്ന ഒരു മാനസികാവസ്ഥ, അവരുടെ നേട്ടത്തിൽ സന്തോഷിക്കുക. അതോടൊപ്പം ഏറ്റവും പ്രധാനം സ്വന്തം വീഴ്ചകളെ അംഗീകരിക്കാൻ സന്നദ്ധമാവുക എന്നുള്ളതാണ്. എന്നിൽ ഇന്നെ തകരാറുണ്ട്, അത് ഞാൻ കാണുന്നില്ലെങ്കിലും ആളുകൾ കാണുന്നുണ്ട്, എന്റെ റബ്ബും കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാനിതൊക്കെ തിരുത്തണം. ഈ തകരാറുകളെ, ഈ ദോഷങ്ങളെ എന്റെ ജീവിതത്തിൽ നിന്ന് പിഴുതെറിയണം. അങ്ങനെ ആത്മപരിശോധന നടത്തി ശുദ്ധീകരണത്തിന് സന്നദ്ധമാവുക. ആ സന്ദർഭത്തിൽ മാത്രമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഉന്നതമായ ഒരു ഈമാനിന്റെ തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും സദ്വിചാരങ്ങൾ മാത്രം വെച്ചു പുലർത്തി മനസ്സിനെ ശുദ്ധമാക്കാൻ ശ്രമിക്കുക. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബ് റാളിയതൻ മർളിയ എന്ന് പറയപ്പെടുന്ന ഒരു ദിവസമുണ്ട്. സംതൃപ്തമടഞ്ഞ ഒരു ആത്മാവെ, തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കൊള്ളൂ എന്ന് പറയുന്ന, സ്വർഗവാതിലുകൾ തുറന്നു വെക്കപ്പെട്ട് നമ്മെ മാടി വിളിക്കപ്പെടുന്ന ആ ദിനം, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ മനസ്സ് ശുദ്ധമായിരിക്കണം, വിശ്വാസം ശുദ്ധമായിരിക്കണം, കർമ്മം ശുദ്ധമായിരിക്കണം, വിചാരങ്ങൾ ശുദ്ധമായിരിക്കണം. ആ ഒരു നിലയിലേക്ക് ഉയരാൻ വേണ്ടി നാം പരിശ്രമിക്കുക. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒട്ടനവധി ആളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. നമുക്കറിയാം, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബഹുമാന്യനായ എം മുഹമ്മദ് മദനി, അള്ളാഹു അദ്ദേഹത്തിന്റെ മഗ്ഫിറത്ത് നൽകുകയും അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ സ്ഥിരമായുള്ള ഒരു സഹോദരന്റെ ബന്ധുവായ ഒരു സ്ത്രീയും കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കാര്യം അറിയിച്ചു. അള്ളാഹു ആ സഹോദരിക്കും അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുകയും റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أرنا الحق حقا وارزقنا اتباعه اللهم أرنا الباطل باطلا وارزقنا اجتنابه اللهم اجعل القرآن ربيع قلوبنا يا رب العالمين اللهم سهل أمورنا يا رب العالمين اللهم لا سهل إلا إذا جعلته سهلا وأنت تجعل الحزن إذا شئت سهلا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين